ഇഷ്ടപ്പെട്ടാ? കൊള്ളൂലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഹേ ഗൈസ്, ഇറ്റ്സ് മെസ്സി മിഡാസ് ഹിയർ. കുളിക്ക്. എല്ലാവർക്കും മെസ്സി മിഡാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ വിചാരിക്കുമായിരുന്നു എന്തുകൊണ്ട് നമ്മൾ ഈ ലൈവ് വരയ്ക്കാൻ പോണത്. ഓക്കെ, കറക്റ്റ് ടൈമിൽ തന്നെ എനിക്ക് കോൾ വരും. സോ അപ്പോൾ നേരത്തെ വിളിച്ചത് അരുണായിരുന്നു. ഇതുപോലെയുള്ള അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമല്ലേ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഐ വാസ് തിങ്കിങ് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ റീലിൽ നടത്തുന്ന ഓപ്പറേഷൻ സ്മൈൽ സ്പ്രെഡിനെ ഒരു വ്ളോഗ് കൂടെ ആക്കിക്കൂടെ. അപ്പോൾ ദേ വിൽ ബി റീൽ ആൻഡ് എ വ്ളോഗ്. ഇപ്പോൾ രണ്ടും കാണും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഏത് വെടിക്ക് രണ്ട് പക്ഷിയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, വെടിയല്ല. ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതവിടെ എക്സാം ഹാളിലിരുന്ന് എക്സാം എഴുതുന്ന പെൺകുട്ടി, പുള്ളിക്കാരിയെ വരയ്ക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പുള്ളിക്കാരിയെ വരയ്ക്കണോ അതോ ഇവിടെ ഒരു ചേട്ടൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് ചേട്ടൻ കുഞ്ഞിനെയൊക്കെ എടുത്ത് കാറിനകത്ത് കയറി എന്താ ചെയ്യല്ലേ. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഞാനൊന്ന് ചെയ്യും. എന്നിട്ട് അതിനെ നമുക്ക് വ്ളോഗ് ആക്കാം. ചെറിയ വ്ളോഗ് പോരെ, സിമ്പിൾ ആൻഡ് ക്യൂട്ട്. അപ്പോൾ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് ഞാൻ ഇവിടെ തന്നെ കാണാം. ബൈ. അപ്പോൾ അതാണ് എക്സാം ഹോൾ. അപ്പോൾ ഈ പോർഷൻ മുതൽ നമുക്ക് വോയിസ് ഓവർ ചെയ്യാം. കാര്യം വീഡിയോ എടുക്കാൻ നേരത്തെ ഞാനത് പറയാൻ പറ്റുമോ. മഴ ഒന്ന് തോർന്നു, ഞാനൊന്ന് പുറത്തിറങ്ങി. അപ്പോൾ കണ്ടതാണ് ഞാൻ ഈ അമ്മൂമ്മയെ. കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു അമ്മൂമ്മ ഇരുന്ന് ഇങ്ങനെ അധ്വാനിക്കണം കണ്ടപ്പോൾ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാമെന്ന് ഞാൻ കരുതി. അതൊരു തെറ്റാ? നിങ്ങൾ പറ, അത് തെറ്റാ? അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് വീഡിയോ എടുക്കാൻ ആരും കൂടെ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. ഫോൺ സൈഡിൽ ഓണാക്കി വെക്കുന്നു, പിന്നെ അങ്ങോട്ട് അഭിനയമാണ്. മോഹൻലാൽ എത്തോ എൻ്റെ 7 അയലത്ത്. ഗൈസ്, അപ്പോൾ അമ്മൂമ്മ അവിടെ നിൽക്കുവാണ്, മാങ്ങയൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ വരച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി. ഇതാണ് അമ്മൂമ്മയുടെ പടം ഞാൻ വരച്ചത്. അമ്മൂമ്മ ചിരിക്കോ ദേഷ്യപ്പെടോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, ഞാനേ അമ്മൂമ്മയുടെ പടം വരച്ച്. ഇഷ്ടപ്പെട്ടാ? ഈ പോയിന്റിൽ നിങ്ങളെപ്പോലെ ഞാനും കരുതി അമ്മൂമ്മ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ബട്ട് ദിസ് ഈസ് വാട്ട് റിയലി ഹാപ്പൻഡ്. കൊള്ളൂലേ? ഇഷ്ടപ്പെട്ടില്ലേ? ആയില്ല ഏട്ടാ. ചേട്ടൻ നോക്കിട്ടോ അമ്മൂമ്മയെ പോലെ ആയ. അമ്മൂമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കണ്ടാ, പുള്ളിക്കാരൻ പറഞ്ഞില്ലേ അമ്മൂമ്മയെ പോലെ ഇരിക്കണമെന്ന്. മാങ്ങ എടുക്കാനുള്ള പൈസ ഇല്ല, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വരച്ചു തന്നെ. അപ്പൊ ഇത് വേണ്ടേ അമ്മൂമ്മക്ക്? വേണ്ടേ? ഞാൻ എടുത്തോട്ടാ. പിന്നെ എടുത്തൊരു ത്രാസിലെടുത്ത് എറിയായിരുന്നു ഈ സാധനം. സോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലൈവ് പോട്ടെ ആദ്യത്തെ വ്ളോഗ്. എനിക്ക് എന്തിന്റെ കേടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യമേ ആ എക്സാം ഹോളിലിരുന്ന് പടം വരയ്ക്കണ എക്സാം ഹോളിൽ നിന്ന് എക്സാം എഴുതിയ പുള്ളിക്കാരിയുടെ പടം വരച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു റിയാക്ഷൻ എങ്കിലും കിട്ടിയാന്. ഞാനേ ഒരു അമ്മുമ്മയെ വരച്ചേ. ഞാൻ ആദ്യം ഈ എക്സാം ഹോളിലിരുന്ന് ഒരു ചേച്ചിയെ വരയ്ക്കാന്ന് വിചാരിച്ചു. ഒരു അമ്മുമ്മയെ വരച്ച് ആ അമ്മുമ്മ എന്ത് ചെയ്തെന്നറിയോ? ആ സാധനം എടുത്ത് ദൂരെ ഇറങ്ങി. സോ ഗൈസ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമ്മൾ ലൈവ് ചെയ്തതിനെ നമ്മൾ എന്തോ വ്ളോഗ് ആക്കിയതാണ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഈ എന്തോ പറയുന്നത് ലൈവ് ചെയ്യുമ്പോൾ ഉള്ള റീലിൽ നമ്മൾ 30 സെക്കൻഡ് ഇടുമ്പോൾ അതൊന്നും എല്ലാം പുറത്ത് വരുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മൂമ്മയ്ക്ക് കൊടുക്കാൻ നേരത്തെ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. സാധാരണ ടെൻഷനോടെ കൊണ്ട് കൊടുക്കുന്നവരെല്ലാം ഭയങ്കരമായിട്ട് ചിരിക്കും. ഇത് ടെൻഷൻ ഇല്ലാതെ ഞാൻ കൊണ്ട് കൊടുത്തതാണ്. അമ്മൂമ്മ നേരത്തെ ആൾക്കാരുടെ ചിരിക്കുന്ന കണ്ടിട്ട് ഞാൻ കൊണ്ട് കൊടുത്തതാണ്. പക്ഷേ അമ്മൂമ്മ ഇത് കണ്ടപ്പോഴേ എൻ്റെ അടുത്ത് അയ്യേ അങ്ങനെയാണ് പറഞ്ഞത്. അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അടുത്തിരുന്ന ഒരു തമിഴൻ ചേട്ടൻ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഇല്ല തൊട്ടടുത്തൊരു തമിഴൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞ അമ്മൂമ്മയെ പോലെ ആയി. ആ ചേട്ടൻ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്ത ഒരു പിക്ചറിൽ പിന്നെ ഒരു പൊൻതൂവൽ കൂടി, അങ്ങനെയല്ലേ പറയണേ? ആയിരിക്കും. അപ്പൊ ഇതാണ് എൻ്റെ അനിയത്തി. എന്തായാലും ഇവളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു?
പ്രമാദമായിരുന്നു. അപ്പം ഇതും കിട്ടൂല. സോ ഗൈസ്, അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ എങ്ങനെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മെസ്സി മിഡാസ്. മെസ്സി മിഡാസിന്റെ സൈനിങ് ഓഫ്. നീ എന്തിനാ പറഞ്ഞു?